നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലും കഴിഞ്ഞു. യൂറോപ്യൻ ഫുട്ബോൾ സീസൺ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പും യുവേഫ നേഷൻസ് ലീഗും അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള പ്രകടനം വെച്ച് ഈ സീസണിലെ ടോപ്പ് 10 മാനേജേഴ്സ് ആരൊക്കെയാണ്? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും പറയാനുണ്ടാവും. ഇപ്പോൾ സ്കോർ 90 ഒരു റാങ്കിങ് തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മളൊന്ന് അവതരിപ്പിക്കുകയാണ്. അതിൽ 10ാം സ്ഥാനത്ത് വരുന്നത് റെയ്നേരിയാണ്. AS റോമയുടെ കോച്ച് റെയ്നേരി 10ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയുടെ ഉനായി എമറി. 8ാം സ്ഥാനത്ത് വരുന്നത് ബിൽബാവോയുടെ കോച്ചായിട്ടുള്ള വാൽവർദയാണ്. 7ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ്റെ സിമോൺ ഇൻസാഗി. 6ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ്റെ കോച്ചായിരുന്ന സാബി അലോൺസോ. അതാണല്ലോ ഈ സീസണിൽ അദ്ദേഹം ബയർ ലെവർക്യൂസൻ്റെ കോച്ചാണ്. അടുത്ത സീസണിൽ റയലിൻ്റെ കോച്ചാവും. 5ാം സ്ഥാനത്ത് ഗാസ്പെറീനിയാണ്, അറ്റ്ലാന്റയുടെ കോച്ച് ഗാസ്പെറീനി. അതൊക്കെ ഈ സീസണിലെ കാര്യമാണ് പറഞ്ഞത്. ഇതിൽ പല കോച്ചുമാരുടെയും സ്ഥാനം മാറുന്നുണ്ട്, ഇളകുന്നുണ്ട്. 4ാം സ്ഥാനത്ത് ലിവർപൂളിനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് കൊണ്ടുപോയ ആർനെ സ്ലോട്ടാണെങ്കിൽ 3ാം സ്ഥാനത്ത് നാപ്പോളിയെ സീരിയ കിരീടത്തിലേക്ക് കൊണ്ടുപോയ അന്റോണിയോ കോണ്ടെയാണ്. 2ാം സ്ഥാനത്ത് FC ബാഴ്സലോണയെ ഈ സീസണിൽ ഡൊമസ്റ്റിക് കിരീടങ്ങൾ ചൂടിച്ച ഹാൻസി ഫ്ലിക്കാണ്. 1ാം സ്ഥാനത്ത് ക്വാഡ്രപ്പിൾ തന്നെ നേടി ലൂയിസ് എൻറിക്കെ. PSG ചരിത്രത്തിൽ ആദ്യമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടിച്ച ലൂയിസ് എൻറിക്കെയാണ് 1ാം സ്ഥാനത്ത്. നിങ്ങൾക്ക് ഈ റാങ്കിങ്ങിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.